NECയുടെ അക്കാദമിക് കൗൺസിലർ കൂടിയായിട്ടുള്ള കയ്യൂമാഷ് കൂടി ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്സാം കഴിഞ്ഞു, കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്, രക്ഷിതാക്കൾ ഹാപ്പിയാണ്. SNECയുടെ ഒരു വർത്തമാനകാല സാധ്യതയെക്കുറിച്ച് പൊതുസമൂഹത്തോട് നമ്മൾ പറയുമ്പോൾ നമുക്കെങ്ങനെ SNECയെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താം? ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മതവിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് തുല്യ പ്രാധാന്യം പോലെ തന്നെയാണ് പല സ്ട്രീമുകളിലും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ നമുക്ക് എക്സ്റ്റേണലി ഒരാളെ ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് അവരുടെ കരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. മതവിദ്യാഭ്യാസമുള്ള ഇൻറ്റേർണലി വളരെ സ്ട്രോങ് ആക്കിയിട്ട് കൊണ്ടുവരാം. അവരുടെ ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെയുള്ള ഫാമിലി മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ മതവിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്യുന്നതോടുകൂടി ഒരു പെർഫെക്റ്റ് ഐഡിയൽ മാൻ എന്നൊക്കെ പറയുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളും മത്സരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം SNEC എങ്ങനെ വ്യത്യസ്തമാകും? SNECയിൽ ഇപ്പോൾ നമ്മൾ അക്കാദമിക് കൗൺസിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു പൊന്നാനി മനഹജാണല്ലോ ഒരു സമസ്തയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലുള്ള സമന്വയ വിദ്യാഭ്യാസങ്ങളിൽ അതിനേറ്റവും ആ മനഹജിനെ അതുപോലെ കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെയിന്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നുള്ള സിലബസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിതാബിനെ കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ ഫത്വയിൽ മൊയ്ൻ ആണെങ്കിൽ ഫത്വയിൽ മൊയ്ൻ മുഴുവനായിട്ട് ഓതുക എന്ന് പറയുന്ന ഒരു ശൈലി, അത് മറ്റു സമന്വയ വിദ്യാഭ്യാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആണ് SNECക്ക് മറ്റു സംവിധാനങ്ങളിൽ നിന്നും ഒരു പ്ലസ്സായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അക്കാദമിക് കൗൺസിൽ, പിന്നെ സമസ്തയുടെ ഇതിനകത്ത് തന്നെ രണ്ട് പാർട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഒന്ന് പിന്നെ ഗവേണിംഗ് കൗൺസിലുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദും അതുപോലെ തന്നെ ആലിക്കുട്ടി ഉസ്താദും കോഴിക്കോട് ഉസ്താദും നേതൃത്വം കൊടുക്കുന്നൊരു ഗവേണിംഗ് കൗൺസിൽ. അവരാണ് ഇതിൻ്റെ ഗവേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ അവരാണ് എന്ത് ചെയ്യുക, ഫൈനൽ ഡിസിഷൻ എടുക്കുക. എന്നാൽ അക്കാദമിക് കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സ്വതന്ത്രമായിട്ട് തന്നെ ഒരു ബോഡി, ബഹുമാനപ്പെട്ട മുഷാവറ അംഗം ബാക്കി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അക്കാദമിക് കൗൺസിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനമല്ല SNEC. വളരെ സ്ട്രോങ് ആയിട്ട് സമസ്തയുടെ ആ ഐഡിയോളജി അതുപോലെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് SNECയെ മറ്റൊന്നിൽ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവും അത്തരത്തിലുള്ള ഐക്യമുള്ള കുട്ടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. SNEC അവരുടെ മുമ്പിൽ കേവലം പാഠപുസ്തകങ്ങളിലുള്ള പഠനം എന്നതിനപ്പുറത്തേക്ക് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റികളിലും അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തെ അറിയുന്ന, അത് ടെക്നിക്കലാവാം, ഇനി ഒരു കുട്ടിയുടെ ബുദ്ധിയുടെ അല്ലെങ്കിൽ വളർച്ചയുടെ വ്യത്യസ്ത മേഖലകളിലാവാം, അവനെ കാത്തിരിക്കുന്ന ലോകത്ത് അവൻ എത്രമാത്രം സാധ്യത SNEC തുറന്നു കൊടുക്കുന്നുണ്ട്? അതിനകത്ത് ഇപ്പോൾ SNECയിൽ തന്നെ QMS എന്ന് പറയുന്നത് നമ്മുടെ മൊയ്നലി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കരിക്കുലർ മാത്രമല്ല, നമ്മളിപ്പോൾ ഓപ്പൺ കോഴ്സ് പോലെയുള്ള ചില സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയല്ല, സിലബസിനകത്ത് അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഇവിടെ ഇങ്കലിൽ അവിടെ ജെംസ് ആൻഡ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകളൊക്കെ അവിടെ നടക്കുന്ന ചില സ്ഥാപനങ്ങൾ ഡിഗ്രി കോഴ്സുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാർ ഇത്തരം കോഴ്സുകൾ കൂടി, ഇപ്പോൾ ജ്വല്ലറി മാത്രമല്ല കാർപ്പൻട്രി, അത്തരം സാധനങ്ങൾ, അതുപോലെ ഇതിൻ്റെ സബ്ബായിട്ട് നമ്മുടെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്കുകൾ, ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിനകത്ത് കൊണ്ടുവരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെൽഫ് എക്യുപ്പൻസി, മതപഠനം ഉണ്ട്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, പ്ലസ് ഇതുപോലെയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് കൂടി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് ഉണ്ട്. ഈ സാധനത്തിന് ഞങ്ങൾ പ്രത്യേകം ക്രെഡിറ്റ് ആക്കിയിട്ട് ഇതിനകത്ത് നമ്മുടെ മാർക്ക് ലിസ്റ്റിനകത്ത് പ്രത്യേകം ക്രെഡിറ്റ് ആക്കിയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ SNECയുടെ ഒരു കുട്ടി അത് കഴിഞ്ഞ് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്വയം തൊഴിലിനുള്ള ഒരു കപ്പാസിറ്റി കൂടി, ഒരു കുട്ടിയുടെ ഒരു ക്ലാസ്സിൽ 40 കുട്ടിയുണ്ടെങ്കിൽ 40 ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ അവർക്ക് പേപ്പർ അവർക്ക് ചൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് SNECയുടെ QMS ആ രീതിയിലൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പം പാരൻറ്റിങ് കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കളുടെയൊക്കെ ഒരു മനോനിലയും അവരുടെ അഭിപ്രായമൊക്കെ എന്താണ്? അവർ വളരെ പോസിറ്റീവാണ്, അത് സ്വാഭാവികമാണല്ലോ. കാരണം പ്രത്യേകിച്ച് സംസ്ഥയുടെ ഒരു ഐഡിയോളജിയിലൊരു സംവിധാനം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമല്ല, 3 വർഷത്തിനുള്ളിൽ
ഇപ്പോൾ 19 സ്ഥാപനമാണ് എൻ്റെ ഓർമ്മ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ SNECയുടെ കൂടെ വന്നത്. ഇന്നത് 55 സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുന്നത് 2000 കുട്ടികൾ എഴുതിയാൽ കേവലം 300-350 കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബെൽറ്റ്, പ്രത്യേകിച്ച് കേരളത്തിൽ ജനസംഖ്യ പോപ്പുലേഷൻ കുറയുന്നൊരു സമയത്ത് പോലും SNECക്ക് റിസ്ക് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കാര്യം.